ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാവേ. അതിനായിട്ടൊരു കടായിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 കിഴങ്ങ് എടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സവാളയും 5 ഉണക്കമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സവാളയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ചുവന്നുള്ളി ആണെങ്കിലും ഉപയോഗിക്കാവേ. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കൊരു ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടല്ല, ഉപ്പില്ലാണ്ട് ചുമ്മാ വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു പകുതി ഭാഗത്തോളമൊക്കെ ഈ ഒരു ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉള്ളി മുളകൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാൻ. കിഴങ്ങ് വേവിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. കിഴങ്ങ് ചേർത്തിട്ട് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് പൊടിഞ്ഞൊന്നും പോകാണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി കൂടി ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ കിഴങ്ങിൻ്റെ പുറം ഭാഗം നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം, ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കിഴങ്ങ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടണം. അപ്പോൾ ഈ രീതിയിലൊന്ന് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പുറം ഭാഗമൊക്കെ നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണേ കേട്ടോ. നമ്മൾ മസാലയും നേരത്തെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. കിഴങ്ങും വെന്തതാണല്ലോ, അപ്പോൾ ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റും കൂടി ഈ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മീൻ വറുത്തതിൻ്റെ വീഡിയോയും കൂടി കാണിക്കണ്ടേ. അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടി കാണിച്ചു തരാം. മീനിലേക്ക് മുളക് പറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ മസാല തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു മസാല നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഒരു പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഒന്ന് പിഴിഞ്ഞ് ആ ഒരു നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ മസാല ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഉപ്പൊക്കെ കറക്റ്റായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ കഷ്ണങ്ങളിലൊക്കെ ആ ഒരു മസാല ഒന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ ഈ മീനൊന്ന് വറുത്തെടുക്കാൻ.
ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണയുടെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും നിരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു മസാല കരിഞ്ഞു പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് ആ ഒരു മീൻ വറുത്തതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മീൻ വറുത്തതിൻ്റെയും കിഴങ്ങ് ഫ്രൈയുടെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.